ഹായ് ഓൾ, വെൽക്കം ടു കാറക്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദീപക്. നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ട എലിവേറ്റ് ആണ്. ആദ്യം തന്നെ വെഹിക്കിളിന്റെ ഒരു ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക ഒരു ബോൾഡ്, ഒരു മസ്കുലിൻ ലുക്ക് തരുന്ന രീതിയിലാണ് ആ ഒരു ഫ്രണ്ട് എൻഡ് ഡിസൈൻ വന്നേക്കുന്നത്. നല്ല റേസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോണറ്റ് ആണ് കൊടുത്തേക്കുന്നത് വെഹിക്കിളിന്. പിന്നെ വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന നമുക്ക് അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ഫീൽ തരുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഗ്രില്ല് ഒരു ഭാഗം വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് കൊടുത്തേക്കുന്നത്. സെൻട്രലായിട്ട് നമുക്ക് ഹോണ്ടയുടെ ആ ഒരു ലോഗോ പ്ലേസ് ചെയ്തേക്കുന്നത് കാണാം. അതിൻ്റെ മുകളിലായിട്ട് വലിയൊരു സ്ട്രിപ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു ക്രോം സ്ട്രിപ്പ് പോയേക്കുന്നത് കാണാം. അത് കണക്ട് ചെയ്ത് ഈ ഒരു ഹെഡ് ലാമ്പിലേക്ക് കയറി നിൽക്കുന്നത് കാണാം. ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ആണ് വന്നേക്കുന്നത്. മുകളിലായിട്ട് ആ ഒരു DRLs കൊടുത്തേക്കുന്നത് കാണാം. ഫോഗ് ലാമ്പ് വരുന്നതും ആ ഒരു പ്രൊജക്ടർ LED പ്രൊജക്ടർ ഫോഗ് ലാമ്പാണ് കൊടുത്തേക്കുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു എയർ ഡാം ആണ് കൊടുത്തേക്കുന്നത്. അതിന് താഴെ ഒരു സിൽവർ കളറിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് എലമെന്റ് കൊടുത്തേക്കുന്ന കാണാം. പിന്നെ നമുക്ക് ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ZX എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. അതിന്റെ ആ ഒരു സെൻസർ യൂണിറ്റും ക്യാമറയൊക്കെയാണ് ആ കാണുന്നത്. യെസ്, അപ്പൊ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു 17 ഇഞ്ച് അലോയ് വീൽസ് ആണ്. ഒരു ഡയമണ്ട് കട്ട് ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. സെൻട്രൽ നമുക്ക് ഹോണ്ടയുടെ ലോഗോ കൊടുത്തേക്കുന്നത് കാണാം. നല്ല ഭംഗിയുണ്ട് ആ ഒരു അലോയുടെ ആ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ക്ലാഡിങ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് ബ്ലാക്ക് കളറിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വെഹിക്കിളിന്റെ ഒരു ഓവറോൾ 2650 mm ആണ് വെഹിക്കിളിന്റെ ഒരു ഓവറോൾ വീൽ ബേസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വീൽ ബേസ് ആണ് കൊടുത്തേക്കുന്നത്. റേഴ്സിൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ റിക്വസ്റ്റ് സെൻസർ നമുക്ക് ഇവിടെ ഡോർ ഹാൻഡിൽ കൊടുത്തേക്കുന്നത് കാണാം. ആ ഒരു ഡോർ ഹാൻഡിൽ നമുക്ക് ഒരു ക്രോം ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ഷോൾഡർ ലൈനിലൊരു സ്ട്രിപ്പായിട്ട് ഇവിടെയും നമുക്ക് ആ ഒരു ക്രോം ഫിനിഷ് കൊടുത്തേക്കുന്നത് കാണാം. മുകളിൽ റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ ഫിനിഷാണ് അത് കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആൻഡിൽ കൊടുത്തേക്കുന്നത് കാണാം. താഴെ ഡിഫോർഗർ, വാഷർ, വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ടെയിൽ ലാമ്പ് പോയേക്കുന്നത്. LED ടെയിൽ ലാമ്പാണ് കൊടുത്തേക്കുന്നത്. താഴെ നമുക്കിവിടെ എലിവേറ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. സെൻട്രലായിട്ട് ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. റൈറ്റ് സൈഡിൽ കാണുന്ന ഐവിടെക് എന്ന് പറയുന്ന ആ ഒരു ഹോണ്ടയുടെ നമ്മുടെ പെട്രോൾ എഞ്ചിൻ്റെ ആ ഒരു ടെക്നോളജി സൂചിപ്പിക്കുന്നതാണ്. താഴെ ആ ഒരു ബമ്പർ കൊടുത്തേക്കുന്നത് ബ്ലാക്ക് ആ ഒരു കളറിലാണ് കൊടുത്തേക്കുന്നത്. രണ്ട് സൈഡിൽ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. ഒരു സ്കിഡ് പ്ലേറ്റ് എലമെന്റിന്റെ ഭാഗമായിട്ട് കൊടുത്തേക്കുന്ന ഈ ഒരു ഭാഗം സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് 458 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ടാണെന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. അവിടെ നമുക്ക് ആ ഒരു ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇന്റീരിയർ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമുക്ക് എലിവേറ്റ് വരുന്നത് 2040 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. വെഹിക്കിളിന് ഒരു ബസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഞാൻ നമ്മുടെ ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ ഇന്റീരിയർ വീഡിയോയിലേക്ക് പോകും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ എലിവേറ്റിൻ്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക ഒരു ക്ലാസ് ലുക്കാന്ന് തന്നെ എടുത്ത് പറയണം. ഒരു പ്രീമിയം ഫീലൊക്കെ തരുന്നുണ്ട്. ആ ഒരു ബ്ലാക്കും ടാൻ ഫിനിഷും ആണ് നമുക്ക് ഇന്റീരിയറിൽ വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത്. എനിക്ക് ഈ ടാൻ ഫിനിഷ് ഭയങ്കര ഇഷ്ടമാണ്. സീറ്റിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ട് 10.25 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഒരു 8 സ്പീക്കർ സിസ്റ്റം വരുന്ന പ്രീമിയം സൗണ്ട് സിസ്റ്റം ആണ് നമുക്ക് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ആ ഒരു സ്പീക്കേഴ്സിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലൈമട്രോണിക് AC കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. 2 USB പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് നമുക്കിത് വേണമെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്ത് വേണമെങ്കിൽ ഓഫ് ചെയ്യാവുന്ന ഒരു വയർലെസ് ചാർജിങ് ഓഫ് ചെയ്യുന്ന ഒരു സ്വിച്ചാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ വെഹിക്കിളിൻ്റെ ഒരു കീ വരുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. നമ്മളിന്നിപ്പോൾ ഡ്രൈവിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ CVT ട്രാൻസ്മിഷനാണ്. നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും വെഹിക്കിളിൽ വരുന്നുണ്ട്. പിന്നെ അതിനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കീ ഫോബ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് കൊടുത്തേക്കുന്നത് കാണാം.
ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെറിയ ഐറ്റംസ് ഒക്കെ നീളത്തിലുള്ള വേണമെങ്കിൽ മൊബൈലൊക്കെ വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൂടെ 2 ചെറിയ ഒരു സ്പേസ് കൊടുത്തേക്കുന്നത് കാണാം. ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ആംബ്രസ്റ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രീതിയിലൊരു സ്റ്റോറേജും കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് ഹോണ്ട വെഹിക്കിൾസിലെല്ലാം കാണുന്നത് തന്നെ, അല്ലാതെ റാപ്ഡ് ആയിട്ട് രീതിയിലാണ് ചെയ്തേക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അഡാസ് ഫീച്ചർ വരുന്നുണ്ട്, അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ലെഫ്റ്റ് സൈഡ് നമുക്ക് വോളിയം കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നതാണ്, ഓഡിയോ കൺട്രോൾസാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ടെലിഫോണിക് സ്വിച്ചസ് കൊടുത്തേക്കുന്നത് കാണാം. സെൻട്രലായിട്ട് ഈ ഒരു ഗ്രേ ഫിനിഷ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് വെഹിക്കിളിൽ, കുറച്ചുകൂടെ നമുക്ക് ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഓട്ടോ ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെയാണ് വെഹിക്കിളിൽ വരുന്നത്. പിന്നെ നമുക്ക് ക്ലസ്റ്റർ വന്നിട്ട് ആ ഒരു അനലോഗ് രീതിയിലാണ്, പക്ഷേ ഡിജിറ്റലി ആണ് അത് കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് കണ്ടില്ലേ ടാക്കോമീറ്ററിൻ്റെ ആ ഒരു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അറിയാം. റേഞ്ച്, ഡിസ്റ്റൻസ് ടു MT, സ്പീഡ്, ടൈം, ഇതേണ്ടേ ഇങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലറിയാൻ പറ്റും. സെറ്റിങ്സ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ അഡാസ് ഫീച്ചർ വരുന്നതിൻ്റെ ഓരോ സ്വിച്ചസും കാര്യങ്ങളും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ അഡാസ് ഫീച്ചർ വരുന്നതുകൊണ്ട് തന്നെ ലെയിൻ കീപ്പ് അസിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ക്യാമറയുടെ ക്ലാരിറ്റി ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഇല്ലേ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററാണ് ഈ കൊടുത്തേക്കുന്നത്. അതാണ് നമ്മളിങ്ങനെ 2 സൈഡിലായിട്ട് കാണുന്നത്, കണ്ടില്ലേ. ഇവിടെയാണ് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു സെൻട്രൽ ഡാഷിൻ്റെ ഇവിടെ ഒക്കെ നമുക്ക് ആ ഒരു ലെതർ ഫിനിഷിൽ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ ഒരു വുഡൻ ഫിനിഷും കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ IRV നമുക്ക് ഓട്ടോ IRV ആണ് കൊടുത്തേക്കുന്നത്. റീഡിങ് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തേക്കുന്നത് കാണാം. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോറേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു 1 ലിറ്റർ ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. അവിടെയും ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ആ ഡോർ ഫുള്ള് കൊടുത്തേക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സീറ്റിലെ വിശേഷങ്ങളോടൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ എലിവേറ്ററിൻ്റെ റിയർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ 2 AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എയർ ഫ്ലോ ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഇവിടെ 12 വോൾട്ടും കൊടുത്തേക്കുന്നത് കാണാം. ഒരു ചെറിയ രീതിയിൽ റേസ്ഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്കൊരു സെൻട്രൽ ടണൽ, പക്ഷേ അത് വലിയ രീതിയിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും പറയാനില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനിൽ ഇട്ടിട്ട് പോലും എനിക്ക് ഇത്രയും ലെഗ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്, നീ റൂം നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു നീ റൂമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്നാണ് എടുത്ത് പറയേണ്ടതുണ്ട്. ഷോൾഡർ സ്പേസ് ആണെങ്കിലും എല്ലാം കൊള്ളാം. പിന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള 2 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തേക്കുള്ള ഒരു വിസിബിലിറ്റി ആണെങ്കിലും ഒട്ടും കട്ടാകുന്നില്ല. ഒരു ഷോൾഡർ ലൈൻ ഒരു ഷാലർ റേസ്ഡ് ആയിട്ടാണെങ്കിൽ പോലും നമുക്ക് പക്ഷേ വിസിബിലിറ്റി ഒട്ടും കട്ടാകാത്ത രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഓവറോൾ നമുക്ക് ഇവിടെ ഒരു നല്ല രീതിയിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണെന്ന് തന്നെ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ 2 സീറ്റിലും നമുക്ക് ഈ ഒരു സീറ്റ് പോക്കറ്റ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. 2 സൈഡിലുമായിട്ടും ഇവിടെ ഇങ്ങനെ നമുക്ക് ചെറിയൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ നമുക്ക് മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഇങ്ങനെ. അതൊക്കെ നല്ല തോട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ റീഡിങ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ടെന്നുള്ള എടുത്തു പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 5 ഫിംഗർ ഒന്നുമല്ല, അതിന് മേളിലുണ്ട് 5 ഫിംഗർ കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു പ്ലെൻറ്റി ആയിട്ടുള്ള ഒരു ഹെഡ് റൂമും കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പോലെ തന്നെ നമുക്കവിടെ ആ ഒരു 2 ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് അവിടെയും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ എലിവേറ്ററിൻ്റെ ഡ്രൈവ് വീഡിയോയിലേക്ക് വന്നാൽ ആദ്യം തന്നെ നമുക്ക് ആ ഒരു വെഹിക്കിളിൻ്റെ ഒരു എഞ്ചിൻ സ്പെക്കിലും കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.5 ലിറ്റർ IVTEC എഞ്ചിനാണ് വെഹിക്കിളിൽ വരുന്നത്. ഹോണ്ടയിൽ നമുക്ക് വളരെ സുപരിതമായിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ IVTEC എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു നമ്മുടെ ഈ ഒരു വെഹിക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ എന്ന് പറയുന്നത് 121 PS പവറും 145 Nm ടോർക്കുമാണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പവർ തന്നെയാണ്. വണ്ടി നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് ആണെന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. കാരണം എനിക്ക് അങ്ങനെ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിപ്പോൾ നമുക്ക് CVT ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലാഗ് എന്ന് പറയാനില്ല. പിന്നെ സസ്പെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്ന മക്ഫേർസൺ സ്റ്റാർട്ടാണ്, ബാക്കിൽ വരുന്ന ഒരു ടോർഷൻ ബീം സെറ്റപ്പ് ആണ്. അത്യാവശ്യം നല്ലൊരു റൈഡ് നമുക്ക് വെഹിക്കിൾ തരുന്നുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ABS, EBD,
ഹിൽ അസിസ്റ്റ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പോരാത്തിന് നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോർവേഡ് കൊളീഷൻ വാണിങ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഹൈ ബീം അസിസ്റ്റ് അങ്ങനെയുള്ള അഡാസിൻ്റെ ഒരു 20+ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഈ വെഹിക്കിളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ലെന്ന് പറയാം. പിന്നെ ഇതൊന്നും കൂടെ നമുക്കൊരു 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വേരിയൻറ്റിലും നമുക്ക് ഈ എയർ ബാഗ്സ്, ABS, CVD ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് എല്ലാ വേരിയൻസിലും വരുന്നുണ്ട്. അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എലിവേറ്റിന്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വെഹിക്കിൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വിഷൻ ഹോണ്ട മുട്ടത്തുള്ള ഷോറൂമാണ്. അവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.